നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഓരോ രാശിക്കാരെയും പ്രത്യേകം നോക്കുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് അത്ഭുതകരമായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദാരിദ്ര്യവും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഇന്നു മുതൽ ഒരു മാസക്കാലം ഞാനീ പറയുന്ന ഈ 12 രാശിക്കാർക്കും ഓരോരോ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. ഇതിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരുണ്ട്. എന്നാൽ അല്പം കരുതിയിരിക്കേണ്ട നക്ഷത്ര ജാതകർ കൂടിയുണ്ട്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരുക, ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് കരുതിയിരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. 5 ഗ്രഹങ്ങളുടെ ശുഭഫലമാണ് മേടൻ രാശിക്കാർക്ക് ഇന്നു മുതൽ ലഭിക്കുക. അതായത് ഇവരുടെ സകല സങ്കടങ്ങളും മാറി മേടരാശിയിൽപ്പെട്ട അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. മേടരാശിക്കാരുടെ കഷ്ടതകൾ ഒക്കെ മാറുന്നു. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നു. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ്. മേടരാശിയിൽപ്പെട്ട അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കൂടാതെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും അവസരങ്ങളും വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന ജോലികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ തർക്കങ്ങൾ, അതായത് കലഹങ്ങൾ, അമിത പ്രാധാന്യം നൽകരുത്. തർക്കമോ കലഹമോ ഉണ്ട് എങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക എന്ന് തന്നെയാണ് നല്ലത്. അതായത് എസ്കേപ്പായി പോവുക. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും ശുഭകരമായി ഇന്ന് പച്ച നിറം ഇവർ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. 5 എന്ന സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യമാണ്. കിഴക്ക് ദിശയിലുള്ള യാത്രകൾ അനുകൂലമായിരിക്കും. മുരുകനെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്ര ജാതകർ ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇടവക്കൂറുകാർക്ക് സാധ്യമാകുന്നു. ഇന്ന് ഇവർക്ക് 4 ഗ്രഹങ്ങളുടെ ശുഭഫലമാണുള്ളത്. അമിതമായ അലസത, അഹങ്കാരം, അതുപോലെ തന്നെ ലക്ഷ്യമില്ലായ്മ, ഇതൊക്കെ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം മങ്ങലേൽക്കാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ദിവസം മെച്ചമായിരിക്കും. എല്ലാ രീതിയിലും ഉയർച്ച, ഭാഗ്യം, നേട്ടമൊക്കെ വന്നു ചേരും. അതുപോലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമല്ല.
ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വെള്ള നിറം ഉപയോഗിക്കുക. അതുപോലെ 2 എന്ന ഭാഗ്യസംഖ്യ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് തരും. തെക്ക് ദിശയിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഫലം നൽകും. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അടുത്ത നക്ഷത്ര ജാതകർ മകയിരവും തിരുവാതിരയും പുണർത്തവും അടങ്ങിയ മിഥുനക്കൂറുകാർ തന്നെയാണ്. മിഥുനക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മിഥുനക്കൂറുകാർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. മിഥുന രാശിക്കാർക്ക് അനുകൂലമായ ഫലമാണ്. തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഈ ദിവസം നിങ്ങളെ അലട്ടില്ല. പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും നിക്ഷേപകർക്കും വ്യാപാരികൾക്കും കർഷകർക്കും ഈ ദിവസം വളരെ അനുകൂലമാണ്. വിദേശത്ത് നിന്ന് ശുഭവാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ പുതിയ പദ്ധതികൾക്കും അതുപോലെ നിങ്ങൾ പുതുതായി എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചുവന്ന നിറം പേഴ്സിലൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. 3 എന്ന സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യമാണ് ഇന്ന് കൊണ്ടു തരിക. വടക്ക് ദിശയിലുള്ള യാത്രകൾ ഇന്ന് ശുഭകരമായിരിക്കും. സൂര്യനാമം ചൊല്ലി പ്രാർത്ഥിക്കുക. ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രം ജപിക്കുക. ഭാഗ്യം നിങ്ങളെ തേടി വരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തത് കർക്കിടകക്കൂറുകാരാണ്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും. പുണർതം, പൂയം, ആയില്യം 4 ഗ്രഹങ്ങളുടെ ശുഭഫലമാണ് ഇന്ന് വന്നു ചേരുക. പഴയ കടങ്ങൾ അതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ഥാനക്കയറ്റമോ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല പിന്തുണയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ അടുപ്പമുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക. കർക്കിടകൻ രാശിയിലെ രാഷ്ട്രീയക്കാർക്ക് അല്പം ജാഗ്രത ആവശ്യമാണ്. ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. മഞ്ഞ നിറം ഉപയോഗിക്കുക. ശുഭഫലമായി 2 എന്ന ഭാഗ്യസംഖ്യയൊക്കെ ഉപയോഗിക്കുക. ഓം സർവമംഗളായ നമഃ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് രവി ശുക്രൻ്റെ സാന്നിധ്യത്തിലായതിനാൽ ഒരു സമ്മിശ്ര ഫലമാണ് നൽകുക. ജോലിസ്ഥലത്ത് നല്ല പുരോഗതിയും അംഗീകാരവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാകും. കൂടാതെ പ്രശസ്തിയും ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കായി ശ്രമിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ മഞ്ഞ നിറമൊക്കെ ഉപയോഗിക്കുന്നത് ഭാഗ്യവും നേട്ടവും ഒക്കെ നിങ്ങളിൽ എത്തിച്ചേരാൻ കാരണമാകും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും. അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. പ്രതിസന്ധികളൊക്കെ അകലുന്ന സമയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും സർക്കാർ ജീവനക്കാർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. വിദേശത്തുള്ള മക്കളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കാൻ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പച്ച നിറം കൂടുതൽ ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. 1 എന്ന സംഖ്യ ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം തരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിത് സാധിക്കും. അടുത്തത് തുലാക്കൂറുകാരാണ്.
തുലാക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് ചിത്തിര ചോതി വിശാഖത്തിന്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്ന് നിറയുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. 1 എന്നത് ഇന്ന് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ്. മഞ്ഞ നിറം ഉപയോഗിക്കുക, ഭാഗ്യം കൊണ്ടുവരും. ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. അനുഭവജ്ഞരായ വ്യക്തികളുടെ മാർഗനിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും ലഭിക്കും. അപ്രതീക്ഷിതമായി ധനലാഭത്തിനും പഴയ കടങ്ങൾ വീട്ടാനൊക്കെ സാധിക്കുന്ന സമയമാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. രക്ഷപ്പെടും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം തന്നെയാണ്. അടുത്തത് വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും കായിക താരങ്ങൾക്കും വ്യവസായികൾക്കും ഭൂമി സംബന്ധമായ വ്യാപാരം നടത്തുന്നവർക്കും ഈ ദിവസം ഗുണകരമാണ്. ഭാഗ്യമാണ്. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഗ്ദാനങ്ങൾ നൽകിയവർ അത് നിറവേറ്റാത്ത സാഹചര്യമുണ്ടാകാം. അതിനാൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്ന ആ സ്വഭാവം മാറ്റുക. അടുത്ത നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം അടങ്ങിയ ധനുക്കൂറുകാരാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. 1 എന്നത് ഭാഗ്യസംഖ്യയാണ്. ചുവപ്പ് നിറം ഭാഗ്യനിറമായി ഇന്ന് ഉപയോഗിക്കുക. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ്. ദേഷ്യം കുറയ്ക്കുക. ദേഷ്യം കുറയ്ക്കേണ്ട സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച, ഭാഗ്യം, നേട്ടമൊക്കെ മകരക്കൂറുകാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഉത്രാടത്തിനും തിരുവോണത്തിനും ഒക്കെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഇവർ രക്ഷപ്പെടും. ഉത്രാടവും തിരുവോണവും അവിട്ടവും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. നിക്ഷേപം, സാമ്പത്തികം, കടം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. വാഹനയോഗം വളരെ മികച്ചതാണ്. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. അടുത്തത് അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്കാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. 7 എന്നത് ഭാഗ്യസംഖ്യയാണ്. മഞ്ഞ നിറം കൂടെ കരുതുക, പേഴ്സിൽ സൂക്ഷിക്കുക. അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം മീനക്കൂറുകാരാണ്. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 5 എന്നത് ഭാഗ്യസംഖ്യയാണ്. അതുപോലെ തന്നെ മഞ്ഞ നിറം പേഴ്സിലൊക്കെ സൂക്ഷിക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.